കേരളത്തിലേക്ക് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയെന്ന് സംശയിക്കുന്ന ടാൻസാനിയൻ പൗരനെ വയനാട് പോലീസ് പിടികൂടി. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ പ്രിൻസ് സാംസണാണ് ഇന്നലെ രാത്രി പിടിയിലായത്. വയനാട് ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സ്ക്വാഡായ ഡാൻസാഫും സുൽത്താൻ ബത്തേരി പോലീസും ചേർന്നാണ് പ്രിൻസ് സാംസണെ അറസ്റ്റ് ചെയ്തത്. ഞായറാഴ്ച രാത്രി ബംഗളൂരുവിൽ വെച്ചാണ് ഇയാൾ പിടിയിലായത്. ഫെബ്രുവരി 24-ന് മുത്തങ്ങ ചെക്ക് പോസ്റ്റിൽ വെച്ച 94 ഗ്രാം MDMA-യുമായി കോഴിക്കോട് സ്വദേശി ഷെഫീഖിനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ബംഗളൂരുവിൽ നിന്ന് MDMA കൈമാറിയ പ്രിൻസ് സാംസണെ കുറിച്ച് വിവരം ലഭിച്ചത്. 4 വർഷം മുമ്പാണ് പഠനത്തിനായി സാംസൺ ടാൻസാനിയയിൽ നിന്ന് ബംഗളൂരുവിലെത്തിയത്. കർണാടക ഗവൺമെന്റ് കോളേജിൽ BCA വിദ്യാർത്ഥിയായ ഇയാളെ ദിവസങ്ങളുടെ നിരീക്ഷണത്തിന് ശേഷമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. 2 മാസത്തിനകത്ത് തന്നെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു 80 lakhs ഓളം ട്രാൻസാക്ഷൻ കാണുന്നുണ്ട്. കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം, സംസ്ഥാനത്തിൽ വരുന്ന ഡ്രഗ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് ഈ ഫോറിൻ നാഷണൽസിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കാണുന്നുണ്ട്. പ്രിൻസ് സാംസന്റെ കയ്യിൽ നിന്നും മയക്കുമരുന്നെന്ന് സംശയിക്കുന്ന പൊടിയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. MDMA വിതരണ ശൃംഖലയിലെ മറ്റുള്ളവരെ കണ്ടെത്താനായി അന്വേഷണം ഊർജിതമാക്കിയതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. മാതൃഭൂമി ന്യൂസ്, വയനാട്.